സ്നേഹപ്പെട്ട എല്ലാവർക്കും ദിനത്തിലേക്ക് സ്വാഗതം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവം നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൽ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 2:14 യേശുവിലുള്ള വിശ്വാസികൾക്ക് മനുഷ്യരാശിക്കുള്ള ഏറ്റവും വലിയ ദാനമായ ക്രിസ്തുവിലേക്ക് പ്രവേശനമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ വാസന എല്ലായിടത്തും പരത്തണം. 2 കൊരിന്ത്യർ 2:14 സുവിശേഷം പങ്കിടുന്നവർ രക്ഷിക്കപ്പെടുന്നവർക്ക് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ആകുന്നു എന്നും, എന്നാൽ യേശുവിനെ തള്ളിപ്പറയുന്നവർക്ക് മരണത്തിലേക്കുള്ള വാസന ആകുന്നു എന്നും വാക്യം 15 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനെ സ്വീകരിച്ച ശേഷം മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഈ സത്യത്തെ പ്രചരിപ്പാൻ ഭൂമിയിൽ നമുക്ക് പരിമിതമായ സമയം ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ഏറ്റവും പ്രയാസമേറതും ഏകാന്തമായ നിമിഷങ്ങൾ പോലും അവൻ നമുക്ക് ആവശ്യമുള്ളത് നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ സുവിശേഷം എല്ലായ്പ്പോഴും പങ്കിടുന്ന വിലയേറിയതാണ്. നിഷേധാത്മകമായി പ്രതികരിച്ച ഒരാളുമായി നിങ്ങൾ സുവിശേഷം പങ്കുവച്ച ശേഷം മടുത്തു പിന്മാറാതിരിക്കാൻ ദൈവം നിങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു? നിങ്ങൾ രണ്ടുപേരും യേശു വിശ്വാസികളായി തീർന്ന ശേഷം ദൈവം നിങ്ങളെ എങ്ങനെ പരസ്പരം അടുപ്പിച്ചു? പ്രാർത്ഥിക്കാം. ദൈവമേ, നീ എന്നെ എവിടെ അയച്ചാലും നിന്റെ സുവിശേഷം പങ്കിടുവാൻ എന്നെ സഹായിക്കൂ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളായി ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.